ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡത്തെ സ്പെഷ്യലായ ചക്കയപ്പാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ കുറച്ച് ചിരവിയിട്ടെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചക്കയാണ്. ചക്ക ഒരു 10-15 എണ്ണം എടുത്ത ശേഷം നമുക്കതിനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. അതിനെ നമുക്ക് ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ചക്കയിൽ വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചക്കക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാനിടുമ്പോൾ ഫ്രഷ് ആക്കിയിട്ട് ചക്കേനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ നമ്മുടെ തേങ്ങേൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ട് ആദ്യം വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ ചക്കേൻ്റെ ഫ്രഷ്നസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. അരിയാണ് ഞാനത് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിനെ കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി നമുക്കുള്ള മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് ചക്കവണ ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചക്ക സെപ്പറേറ്റായിട്ട് മിക്സി വെച്ചുകൊണ്ട് ഒരു അരി മാത്രമാണ് ഞാൻ ഇട്ടുള്ളത്. അപ്പോൾ ഇനി ഈ അരിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് പറയുന്നത്, അത് 1-2 കുരുമുളക്, പിന്നെ ഏലക്ക. ഇത് കൂടുതലൊന്നും വേണ്ട, ഒരു ഫ്ലേവറിനും പിന്നെ അതൊരു കൂടിയിട്ടുമായി ചക്കയപ്പത്തിൻ്റെ ഫ്ലേവറൊന്ന് ആദ്യം കൂടി വരുന്നത്. പിന്നെ അതെടുത്തത് 2 മുളകാണ്, അത് ഇട്ടെടുക്കുക. ഒരു മുളകിട്ട് എന്താക്കാന്ന് വിചാരിക്കേണ്ട, ഇതെല്ലാം ഒന്നിച്ച് കൂടുമ്പോൾ അതിൻ്റെ ടേസ്റ്റും പിന്നെ കളറുമാണ് എല്ലാം ഉണ്ടാക്കി എടുക്കുന്നത്. അതിലേക്ക് 2 മുളകിട്ട ശേഷം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്, കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി. പിന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് അടിക്കാൻ നിൽക്കേണ്ട, കുറച്ച് ആവശ്യമനുസരിച്ചിട്ട് കുറച്ച് ഇട്ടിട്ട് ഇതുപോലെ വൃത്തിയാൽ മതി. അരിയെല്ലാം കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ മതി. ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിന് എടുത്ത് വെള്ളത്തിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാൻ കട്ടാക്കി പീസ് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഒന്ന് കട്ടി വേണ്ട, കനം കുറച്ചിട്ട് മുറിച്ചാൽ മതി. കാരണം കടിക്കാൻ വെക്കുമ്പോൾ ടേസ്റ്റ് വീണ്ടും കൂടുന്നത്. അപ്പോൾ ഇത് കടിക്കാൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങനെ തേങ്ങ. അപ്പോൾ ആ തേങ്ങ നല്ല പീസാക്കി മുറിച്ച ശേഷം ഞാൻ അതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചീരയാണ്. ഈ ചീരയുടെ മണം കൂടുമ്പോഴാണ് ഈ അപ്പത്തെ ടേസ്റ്റും കൂടുന്നത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിവിടെ നമ്മൾ ബാറ്ററി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സാക്കണം. എല്ലായിടത്തും നല്ലോണം മിക്സായി കൊടുക്കും. ഇതെല്ലാം ഒന്നിച്ചിട്ട് നമുക്ക് ഗ്രൈൻഡറിലേക്ക് അടിക്കാം. പക്ഷേ ഞാനിവിടെ കുറച്ച് സപ്പറേറ്റ് കഴിച്ചിട്ട് ഒന്ന് മിക്സായി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഫ്രഷെല്ലാം കറക്റ്റാണെങ്കിൽ അപ്പത്തിൻ്റെ ടേസ്റ്റും നല്ലോണം കൂടും. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ നല്ലോണം ഫ്രഷ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് എടുക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ കുറച്ച് ചക്ക എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ പീസായ ചക്ക ഇതിലേക്ക് ഞാൻ ഇടാൻ വേണ്ടി ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആ ചെറിയ പീസാക്കി വെച്ച ചക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുമ്പോൾ അപ്പത്തിൻ്റെ കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതും ഞാനിവിടെ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ശർക്കര, വെല്ലമാണ്. വെല്ലം എനിക്ക് ഈ സമയത്ത് ഇടാൻ വിട്ടുപോയി. അങ്ങനെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം അനുസരിച്ചിട്ടുണ്ട്. അതിലേക്ക് മധുരം കുറച്ച് കൂടുതലാകുമ്പോൾ ടേസ്റ്റ്. പക്ഷേ ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൃഷാക്കിയിട്ട് ചെറിയൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ് ഞാനിവിടെ. അത് നമുക്ക് നല്ലോണം പൊടിയാക്കി എടുത്തത് നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ടെടുക്കണം. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് എടുത്ത ശേഷം നമ്മൾ ഈ മിക്സിയിലേക്ക് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ലോണം കട്ടെല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരേക്കും കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഈ മിക്സ് നമുക്ക് ഗ്രേറ്റർ ഇടുമ്പോൾ ആ സമയത്തൊന്ന് ക്രഷാക്കി കൊടുത്താലും മതി. ഇപ്പം ഞാനിവിടെ ചെയ്തിട്ടുള്ളത് എല്ലാം മിക്സ് റെഡിയായ ശേഷമാണ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുള്ളത്. അതവിടെ വെച്ച ശേഷം ഞാൻ കുറച്ച് ഇലകളെടുത്ത്, ചക്കയപ്പത്തിന് മെയിൻ ഇലയാണ് ഇത്. ഇതുണ്ടെങ്കിൽ ചക്കയപ്പം അടിപൊളിയാണ്. കാരണം ആ കളറും ആ ടേസ്റ്റും എല്ലാം ഈ ഇലയിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു പ്രത്യേകത, ഈ ഇല നമ്മൾ ചൂടാക്കിയ ശേഷം നമ്മുടെ അപ്പത്തിലേക്ക് ഈ ചുവന്ന കളറെല്ലാം കയറും. അപ്പോൾ അപ്പത്തിൻ്റെ കളർ മാറും. അപ്പോൾ ഇതാണ് ഇവിടെ ഞങ്ങൾ ചക്കയപ്പം ചുടാൻ വേണ്ടി കാസർഗോഡ് എടുക്കുന്ന മെയിൻ അപ്പം. അല്ലെങ്കിൽ വാഴൻ്റെ ഇലയിലും നമുക്ക് ചുടാം. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഇലയെല്ലാം വൃത്തിയാക്കി കഴിയിട്ട് അതിനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഈ മിക്സ് ഒന്നുകൂടി കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കിയ ശേഷം നമുക്ക് ഒരു താവി എടുത്തിട്ട് നമ്മുടെ ഇലയിലേക്ക് ഇട്ടെടുക്കേണ്ടതാണ്. അപ്പം ഞാനിവിടെ എല്ലാം മിക്സാക്കിയ ശേഷം നമ്മുടെ ഇലയിലേക്ക് എല്ലാ ഇലകളും നമ്മൾ എടുത്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ തവി ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലോണം പ്രസ്സാക്കണമൊന്നും വേണ്ട, അതന്നെ ഉണ്ടായി കിട്ടും അതുപോലെ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലും താഴെയും മടക്കിയ ശേഷം
നമ്മുടെ അപ്പത്തിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കൂടുതൽ വേണം, കാരണം കുറച്ച് വേവുള്ള അപ്പമല്ലേ. നമ്മൾ വിറകടുപ്പിൽ വെക്കുന്നത് നല്ലോണം വെള്ളം വെച്ചിട്ട് നല്ലോണം കത്തിച്ചെടുത്താലും മതിയാവും. ഇവിടെ ഞാൻ ഗ്യാസിൽ വെക്കുന്നത് കൊണ്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം ഞാൻ മടക്കി സെറ്റാക്കിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. തൊലിഞ്ഞ് പോവുകയൊന്നും ചെയ്യില്ല, കാരണം ബാറ്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് വേവാൻ വെക്കാം. വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ചക്കയും മാങ്ങയും ഇതെല്ലാം കിട്ടും. അപ്പോൾ അതുകൊണ്ട് വെറൈറ്റി ആക്കുന്നത് കൊണ്ട് ഞാനും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി അപ്പമാണ്. ഇതിന് പ്രത്യേകത ഒന്ന് രാവിലെ ആക്കിയാൽ രാത്രിക്ക്, രാത്രി ആക്കിയാൽ രാവിലേക്ക്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. സമയം വൈകുന്നോറും ടേസ്റ്റ് കൂടി വരുന്ന ഒരു അപ്പയാണ് കാസർഗോഡത്തെ ചക്കയപ്പം. അപ്പോൾ ഇത് ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കിയത്. ഞാൻ രാവിലെ ഇതിനെ തുറന്ന് നോക്കിയാണ്. അപ്പോൾ അപ്പത്തിൻ്റെ ചൂടെല്ലാം പോയി, അപ്പം എല്ലാം സെറ്റായിട്ട് അതിൻ്റെ കളറെല്ലാം മാറി നല്ലൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് രാവിലെ ഓപ്പൺ ആക്കലാണ് എൻ്റെ പരിപാടി. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇത് ഓപ്പൺ ആക്കി നോക്കലാണ്. കറക്റ്റ് പരുവത്തിൽ കറക്റ്റ് അപ്പത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാസർഗോഡത്തെ ചക്കയപ്പം നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്നോ ഇല്ലയെന്ന് കമൻറ്റ് ആക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിനെ പീസാക്കി മുറിച്ചെടുത്ത ശേഷം നമുക്കിനി കഴിക്കാനാണ് പണിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം അങ്ങനെ വോയിസ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നും നല്ല നല്ല റെസിപ്പി ഉണ്ടാക്കാൻ ശ്രമിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സി യു. അപ്പോൾ കാസർഗോഡത്തെ സ്പെഷ്യൽ ചക്കയപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് അറിയിക്കുക, എന്താണെങ്കിലും. അപ്പോൾ ഓക്കെ, ബൈ, സി യു.